പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് അക്രമികളാൽ മക്ക ബഹുദൈവാരാധകരാൽ വിശ്വാസികൾ അതികഠിനമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ കാലത്ത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ബഹുദൈവാരാധകരാൽ അതികഠിനമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന് കാബയുടെ അരികിൽ വിശ്രമിക്കുമ്പോൾ അങ്ങോട്ട് വന്ന പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ പ്രവാചകരെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, നിങ്ങളുടെ പൂർവികർക്ക് ഇരുമ്പിൻ്റെ ചീർപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എല്ലിൽ നിന്ന് മാംസങ്ങൾ വാർന്നെടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും അവരുടെ ഏക ഇലാഹിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ അക്രമികൾക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹു ഈ കാര്യം, ഈ ദർശനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഒരു യാത്രക്കാരന് സെന്ന മുതൽ ഹദർ മൗത്ത് വരെ അള്ളാഹുവിനെയും തൻ്റെ ആടിൻ്റെ കാര്യത്തിൽ ചെന്നായെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു സാഹചര്യം വരും. പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ 2-ാം അധ്യായത്തിലെ 214-ാം സൂക്തത്തിലൂടെ അള്ളാഹു വിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചുമ്മാതങ്ങ് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യം അള്ളാഹുവിടെ വിശ്വാസികളോട് ഉയർത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വലമ്മാ യാത്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻകടന്നു പോയ നിങ്ങളുടെ മുൻഗാമികളായ വിശ്വാസി സമൂഹം അനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും അതൊന്നും അനുഭവിക്കാതെ, അതൊന്നും നിങ്ങളിലേക്ക് വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസി സമൂഹം എന്നും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിലും അവൻ അയച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും പ്രവാചകരിലും വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, പലർക്കും ജീവൻ തന്നെ നൽകേണ്ടി വന്നിട്ടുണ്ട്, പലരെയും തുറുങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്, പലരെയും നാട് കടത്തപ്പെട്ടിട്ടുണ്ട്, പലർക്കും കച്ചവടവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വിശ്വാസി സമൂഹം പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നേരിടാതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒരു വിശ്വാസി മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏത് പ്രതിസന്ധിയിലും പരീക്ഷണത്തിലും, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെ തരണം ചെയ്യാൻ തൻ്റെ മനസ്സിന് സ്ഥൈര്യവും ക്ഷമയും മാർജവും ലഭിക്കുന്ന ഖുർആനിക വചനമാണിത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അവരന്ന് ആക്രമിക്കപ്പെടുന്ന ഓരോ സമൂഹവും അന്നത്തെ പ്രവാചകന്മാരോട് ചോദിക്കുമായിരുന്നു, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക എന്ന്. മത്താ നസ്റുല്ലാഹ് എന്നവർ ചോദിക്കുമായിരുന്നു എന്നാണ്. അന്ന് അവരോട് പറയപ്പെട്ടത്, നാഥൻ സഹായിക്കുക തന്നെ ചെയ്യും. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, നിങ്ങൾ ദുഃഖിതരാവരുത്, നിങ്ങൾ നിരാശരാവരുത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്തും ഇസ്ലാം ദീനിൻ്റെ മാർഗം, മുസ്ലിങ്ങളുടെ മാർഗം, വിശ്വാസികളുടെ മാർഗം പൂമത്തകളായിരുന്നില്ല. ദീനിനെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, അതിൻ്റെ സംസ്ഥാപനത്തിനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ കൊടിയ പീഡനങ്ങളാണ് ചരിത്രത്തിൽ ഇന്നോളം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. സമ്പത്തിനാലും ജീവിതത്തിനാലും ജീവനാലും അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഇതിലപ്പുറം ഈ ദീൻ നമ്മുടെ കൈവശം വന്നെത്താൻ നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി സ്ഥൈര്യത്തോടെ മുന്നേറുക. നാഥൻ സഹായിക്കുക തന്നെ ചെയ്യും. ഒരു നാൾ വരിക തന്നെ ചെയ്യും. അന്ന് അക്രമികളെ ശിക്ഷിക്കുന്ന, നീതി നടപ്പിലാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും.